ഒരു തക്കാളിക്കറി ഉണ്ടാക്കാൻ പോവാണേ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സവാള വഴന്ന് വരുന്നതിന് ആവശ്യമായ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി വഴന്ന് വരാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ വഴന്ന് വരണം. സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലുതാണ്, അതുകൊണ്ടാണ് ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 തക്കാളി വരെ ചേർത്ത് കൊടുക്കാം. വലിയ ഒരു തക്കാളിക്ക് ഞാനിവിടെ 3 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ 3 സവാളയാണ് ചേർത്തിരിക്കുന്നത്. ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് നല്ലതുപോലെ വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇനി ഈ തക്കാളിയും കൂടെ ഉള്ളിയുടെ കൂടെ ചേർന്ന് നല്ലതുപോലെ വഴന്ന് വരണം. തക്കാളി വേകുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് 3 ചെറിയ പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പച്ചമുളക് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വേണ്ട, 1/4 ഗ്ലാസ് വെള്ളം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ഇതിൽ കിടന്ന് നല്ലതുപോലെ മൂത്ത് തക്കാളിയൊക്കെ വെന്ത് വരണം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം മാക്സിമം വറ്റി വരുന്നത് പോലെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് അതിലേക്ക് ഇട്ട് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാത്തിൻ്റെയും ആ ഒരു പച്ച രുചി മാറി നല്ലതുപോലെ ചേർന്ന് വരികയുള്ളൂ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇത്തരത്തിൽ തക്കാളി വഴറ്റിയത് വെള്ളമയമൊന്നുമില്ലാതെ മാക്സിമം ഡ്രൈ ആക്കി എടുത്താൽ ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ചിക്കൻ കറി അതുപോലെ നോൺ വെജൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വൈറ്റ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ തക്കാളി വഴറ്റിയത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.